ആയിരുന്നു സത്യം പറഞ്ഞ തോട്ട്. ആ ജനപ്രതിനിധികൾ പറഞ്ഞ തോട്ടായിരുന്നു തുടക്കം. അങ്ങനെ അതിൽ പ്രകാരം നമ്മൾ തീരുമാനിച്ചു ഉപാസന ഹോസ്പിറ്റലിനകത്ത് ഈ 2025 വെറും 25 എന്നുള്ള സംഖ്യക്കുള്ള ഇമ്പോർട്ടൻസ് ആണ്. 25,000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പുതിയ സ്കീം താരാട്ട് എന്ന സ്കീം ചെയ്യുന്നുണ്ട്. നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഒരേ റേറ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ താരാട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ പദ്ധതിയുടെ ഒരു ഔപചാരികമായ ഉദ്ഘാടനവും ഓപ്പണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. MP എൻ കെ പ്രേമേന്ദ്രൻ സാറിനെ ഞാൻ വളരെ ആദരപൂർവ്വം നമ്മുടെ പത്മശ്രീ ഡോക്ടർ ബി രവിപിള്ള സാറിന്റെ പേരിലും ഞങ്ങൾ ഉപാസനയുടെ പേരിലും ഹാർദവപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഡോക്ടർ ജസ്ന താഹ, കൺസൾട്ടന്റ് ഗൈനക്. ഒരു കൺഫ്യൂഷനാണ് പലപ്പോഴും. സാധാരണ ഒരു നോർമൽ ഡെലിവറിക്ക് അല്ലെങ്കിൽ ഒരു സമമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കൊല്ലം ജനതയ്ക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഒരൊറ്റ എമൗണ്ട് മാത്രമേ ഉള്ളൂ, 25,000 രൂപ. അതിനകത്ത് പ്രസവത്തിന്റെ ചാർജസ് മാത്രമല്ല, ICU ചാർജസ് വരുന്നുണ്ട്, റൂം റെന്റ് വരുന്നുണ്ട്, നഴ്സിംഗ് ചാർജസ് വരുന്നുണ്ട്, മെഡിസിൻസ് വരുന്നുണ്ട്, ലാബ് വരുന്നുണ്ട്, എല്ലാം കൂടെ ചേർത്തുള്ള കവറേജ് ആണ്. ഇതൊന്നും കൂടാതെ ഉപാസന ഹോസ്പിറ്റൽ എനിക്കൊന്ന് കൊല്ലത്ത് നമുക്ക് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മളുടെ പേഷ്യൻസിന് നമുക്ക് രാവിലെ മുതൽ ചായ മുതൽ രാത്രി വരെയുള്ള മുഴുവൻ ഭക്ഷണവും പൂർണ്ണമായും സൗജന്യമാണ്. ആ പറയുന്നതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഭക്ഷണം പോലും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കീമാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MP ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്ന ട്രെൻഡാണ്. അതിപ്പോൾ വളരെ ആഞ്ഞടിക്കുകയാണ്. ഡിങ്ക് ഫാമിലി എന്ന് പറയും, ഡബിൾ ഇൻകം നോ കിഡ്സ്. ഈ ഡിങ്ക് ഫാമിലി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നുണ്ടായതാണ്. ഓക്കെ, എല്ലാവരും ജോലിക്ക് പോകുന്നു, ലൈഫ് എൻജോയ് ചെയ്യുന്നു, കുട്ടികളെ നോക്കാൻ ആരുമില്ല, രണ്ടുപേരും ജോലിക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഈ ജനന നിരക്ക് കുറഞ്ഞു വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ 10 കൊല്ലത്തെ പഠനം. ഈ അടുത്തിടയ്ക്ക് പത്രവാർത്തയായിരുന്നു അത്. പത്രവാർത്തയായിട്ട് ഹെഡ്ലൈൻ സ്ഥലം നേടിയതാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 35% വരെ ഡെലിവറി നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അന്നേരം ആർക്കും ഇപ്പോൾ ഗർഭം ധരിക്കാൻ തയ്യാറല്ല, കുട്ടികളെ ആവശ്യമില്ല, അടുത്ത തലമുറ നിലനിൽക്കേണ്ട എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. അതിനിപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാര്യം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ സിസേറിയൻ നടക്കുന്നത് എന്ന് റെഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ജില്ല കൊല്ലം ജില്ലയാണ്. WHO പഠനത്തിൽ റെഡ് സൈഡിൽ കിടക്കുമായിരുന്നു, ഏറ്റവും കൂടുതൽ സിസേറിയൻ നടക്കുന്നത്. ഈ സിസേറിയനിൽ നിന്നും നമുക്ക് എങ്ങനെ മോചനം നേടാം? സിസേറിയനെ ഇല്ലാതാക്കാൻ സിസേറിയന് പ്രിഫറൻസ് വരുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ ആശുപത്രിക്ക് കിട്ടുന്നത് കൊണ്ടാണെന്നൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി എയിം. അങ്ങനെ ആരും പൈസ ഉപാസനയിൽ ഇനി മുതൽ ഉണ്ടാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ. അതാണ് നമ്മൾ പ്രധാനമായും എയിം ചെയ്യുന്നത്. അനാവശ്യമായിട്ടൊരു സിസേറിയൻ ഉപാസന ആശുപത്രിയിൽ നടക്കാൻ ഒരു കാരണവശാലും ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നത്. അതൊരു വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം ആരും ഇതുവരെ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സോ അതാണ് ആദ്യത്തെ ഒരു ഹൈലൈറ്റ് ഈ താരാട്ട് പദ്ധതിയുടെ. രണ്ടാമത്, ഈ കുട്ടികളുടെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തും ഈ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അന്നേരം ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയോനേറ്റ് എന്ന് പറയും, ആദ്യത്തെ 28 ദിവസം. അന്നേരം ആ ഒരു സ്റ്റേജിലെ കുട്ടികളുടെ കെയറും കൂടെ വലിയ പ്രയാസമുള്ളതാണ്. പലപ്പോഴും ജനിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് അതിൻ്റെ ചെലവും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. സോ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ മാറ്റാൻ പറ്റും, അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് ആദ്യം നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ നിങ്ങൾ ഉപാസനയിൽ വന്ന് ഉപാസനയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഈ താരാട്ട് എന്ന പദ്ധതി നിങ്ങളത് ഏറ്റെടുത്ത് അതൊരു വൻ വിജയമാക്കി തരും എന്ന് വിശ്വാസമുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഫിനാൻഷ്യൽ ഗെയിന് വേണ്ടി അല്ല സിസേറിയൻ കൊല്ലത്ത് ഇത്രയും നടക്കുന്നത്
നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളെ എങ്ങനെയാണ് ഈ 35% 10 കൊല്ലം കൊണ്ട് ഡെലിവറി കുറയുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാതെ അടുത്ത തലമുറയെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കത് മനസ്സിലാവുന്നില്ല. അതിൽ ഈ 35% ഡെലിവറി കേരളത്തിൽ രേഖപ്പെടുത്തുന്നത് തന്നെ 10% ബംഗാളികളുടെ കൊണ്ട് ഓർക്കണം. ബംഗാളി, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നും വന്ന് ഇവിടെ നിന്ന് താമസിക്കുന്നവരാണ് ഇതിലെ 10% കൊണ്ട് നോക്കണം. അന്നേരം നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ആധുനികതയുടെ ഒരു ഉപാസന ഹോസ്പിറ്റൽസ് പത്മശ്രീ ഡോക്ടർ ശ്രീ രവിപിള്ളയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റിന്റെ കീഴിൽ വന്നിട്ട് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. 25 വർഷം മാനേജ്മെന്റ് വന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാകണം ഒരുപക്ഷെ നൂതനമായ ഒരു സംരംഭത്തിന് ഇന്ന് മാനേജ്മെന്റും ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടി ചേർത്ത് തുടക്കം പറയുന്നത്. ഈ പദ്ധതിയുടെ പ്രത്യേകത ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി, അത് സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും, ഒരു മോഡറേറ്റ് റേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സ്കീം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ അനുഭവമായിരിക്കുമെന്ന് തന്നെയാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഡോക്ടർ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പരിശോധിച്ചാൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നാട് കടന്നു പോകുന്നത്, പൊതുവെയും കേരളം പ്രത്യേകിച്ച്. ഈ സ്ഥിതിയിലാണ് കേരളം പോകുന്നതെങ്കിൽ ഒരു ഏജിങ് പോപ്പുലേഷനായി ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു വയോജന സംസ്ഥാനമായി കേരളം മാറുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. കാരണം വൈവാഹിക ജീവിതം പുതുതലമുറ ആഗ്രഹിക്കുന്നില്ല. ഇനി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. പരമാവധി പോയാൽ ഞങ്ങളൊന്ന് നമുക്കൊന്ന് എന്ന മുദ്രാവാക്യം, കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സന്ദേശം കൃത്യമായി പ്രാവർത്തികമാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിന്റെ ഭാഗമായി ഒരുപാട് ദോഷഫലങ്ങൾ ഇന്ന് കേരളം അനുഭവിക്കുന്നുണ്ട്. ആനുപാതികമായി ലഭിക്കേണ്ടുന്ന ടാക്സ് ഡെവല്യൂഷന്റെ ഭാഗമായി സംസ്ഥാനത്തിൽ ലഭിക്കേണ്ടുന്ന അർഹതപ്പെട്ട വിഹിതം പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതുകൊണ്ട് നടക്കുന്നില്ല. മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഗതി, അടുത്ത സെൻസസ് കൂടി കഴിയുമ്പോൾ 2029-31 ആ സെൻസസ് കൂടി കഴിയുമ്പോൾ 2031 ആണെന്ന് തോന്നുന്നു, അടുത്ത സെൻസസ് കൂടി കഴിയുമ്പോൾ ഇന്ത്യയിലെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 10 സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ഡീലിമിറ്റേഷന്റെ ഭാഗമായി പാർലമെന്റിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഗണ്യമായ തോതിൽ വർദ്ധിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഫാമിലി പ്ലാനിംഗ് പ്രോസസ് ഉൾപ്പെടെയുള്ളവ വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനപ്രാതിനിധ്യ സഭകളിലെ എണ്ണം, അംഗത്വം, പ്രാതിനിധ്യം കുറയുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഒരു വല്ലാത്ത അസന്തുലിതാവസ്ഥയാണ് രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 65 വയസ്സിന് താഴെയുള്ളവർ, 50 വയസ്സിന് താഴെയുള്ളവർ, കൗമാര യൗവന പ്രായത്തിലുള്ളവർ, അതിന്റെ കണക്ക് പരിശോധിക്കുമ്പോഴാണ്, സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായി പരിശോധിക്കുമ്പോഴാണ് ഈ ഒരു സാമൂഹ്യ പ്രശ്നം കേരളത്തെ വല്ലാതെ അലട്ടുന്നത്. ചൈനയിൽ അവരെല്ലാം അവരുടെ പോപ്പുലേഷൻ പോളിസി റിവ്യൂ ചെയ്യുകയാണ്. മിക്കവാറും രാജ്യങ്ങളെല്ലാം പോപ്പുലേഷൻ പോളിസി റിവ്യൂ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിലുമൊക്കെ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നയം പുനഃപരിശോധിക്കേണ്ടതായി വരുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഞാനിത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപാസന ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മിതമായ നിരക്ക് അല്ലെങ്കിൽ മാന്യമായ നിരക്ക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന
അത് സിസേറിയൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഒരു ഫിക്സഡ് റേറ്റ് വെച്ച് ആശ്വാസകരമായ നടപടി സ്വീകരിക്കുന്ന മാനേജ്മെന്റിനെയും ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ അധികൃതരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇത് സാധാരണക്കാർക്കേറെ ആശ്വാസം നൽകുന്ന ഒരു സാമൂഹ്യ ക്ഷേമ പദ്ധതിയായി ഈ സംരംഭം മാറിത്തീരട്ടെ എന്നുകൂടി പ്രത്യേകം പ്രത്യാശിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള നിങ്ങൾ ഔപചാരികമായി ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം ഇതിന്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നതായി അറിയിച്ച് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ ബി രവിപിള്ള പ്രവാസി വ്യവസായി എന്ന നിലയിൽ നമ്മുടെ ജില്ലയിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ആദ്യം ആരംഭിച്ച സംരംഭമാണ് ഹോസ്പിറ്റൽ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഒരു കൊമേഴ്സ്യൽ ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ തരത്തിൽ പ്രയോജനമുള്ള ഒരു സംരംഭമല്ല. പക്ഷെ ഇപ്പോഴും അത് ഭംഗിയായി നടത്താൻ കാണിക്കുന്ന ഔത്സുക്യം, താല്പര്യം ഈ അവസരത്തിൽ കൊല്ലത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് ബഹ്റിൻ ഗവൺമെന്റ് ആ പുരസ്കാരത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, ഏറ്റവും വലിയ ആ ഗവൺമെന്റ് ഒരിക്കലും കൊടുക്കാത്ത അവിടുത്തെ പൗരൻ എന്നുള്ള നിലയിലുള്ള ഒരു പ്രത്യേക അംഗീകാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി സമീപകാലത്ത് ബഹ്റിൻ ഗവൺമെന്റ്. ഒരാൾക്കും കിട്ടാത്ത സവിശേഷമായ ഒരു അംഗീകാരമാണ് പത്മശ്രീ ബി രവിപിള്ളയ്ക്ക് ബഹ്റിൻ, അദ്ദേഹം താമസിക്കുന്ന ബഹ്റിൻ രാജ്യത്തെ ബഹ്റിൻ ഗവൺമെന്റ് നൽകിയത്. അതിനുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ളൊരു വലിയ ചടങ്ങ് ഈ മാസം ഫെബ്രുവരി മാസം 5-ാം തീയതി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങ് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിനും നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പത്മശ്രീ രവിപിള്ള, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിലാണ് ഈ ആശുപത്രി നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ജനകീയ പദ്ധതി കൂടി നടപ്പാക്കുന്ന അദ്ദേഹത്തിനും മാനേജ്മെന്റിനും, പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുതിയ പുരസ്കാര ലബ്ധിയിലുള്ള അഭിനന്ദനങ്ങൾ കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇതുപോലെ കൂടുതൽ സാധാരണക്കാർക്ക് സഹായം നൽകാൻ പര്യാപ്തമാകുന്ന ആതുര ശുശ്രൂഷ പദ്ധതികൾ ആരംഭിക്കാൻ അദ്ദേഹത്തിനും ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും കഴിയട്ടെ എന്നുകൂടി പ്രത്യാശിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കുകയാണ്. നമ്മുടെ ആരാട്ടം പദ്ധതിയെ പറ്റി നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശ്രീനിവാസാണ്, നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സാർ പറഞ്ഞു. നമ്മൾ അതിനോടൊപ്പം തന്നെ 23-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഒരു മെഡിക്കൽ സൗജന്യ ഗൈനക്കോളജിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്ത്രീകൾ പലപ്പോഴും അവരുടെ രോഗാവസ്ഥയെ പറ്റി പറയാൻ അവർ മടി കാണിക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. അതിന് പ്രധാനമായ കാരണം കുടുംബാംഗങ്ങൾ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ വളരെ നിസ്സാരമായി കാണുന്നതാവാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, അതുമല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയും കുട്ടികളുടെയും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും അവരുടെ പഠനവും വരാനും മടി കാണിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ഈ ഒരു വിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം ഈ താരാട്ട് പദ്ധതിയും ഇവിടെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഏറ്റവും സൗഹൃദപരമായും സൗജന്യമായി നമ്മളൊരു ജഡ്ജ്മെന്റ് അല്ലാതെ ഫീമെയിൽസിന്റെ എല്ലാ രോഗങ്ങളെ പറ്റിയും അവർക്ക് അവബോധം ഉണ്ടാക്കുകയും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചികിത്സ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ഉപാസന ഹോസ്പിറ്റൽ ആ ലിസ്റ്റിലേക്കും താഴെയാണ്. അത് നമ്മൾക്ക് ഒരു പ്രഷറില്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ഈ താരാട്ട് പദ്ധതി കൊണ്ടുവരാൻ ഏറ്റവും അർഹരായവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് തന്നെയാണ് പറഞ്ഞത്. അത് മുൻപ് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാനേജ്മെന്റ്